നമസ്കാരം. ആരോഗ്യരംഗത്ത് വിദേശ രാജ്യങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന വിധം അഭൂതപൂർവമായ വളർച്ച കാഴ്ചവെക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന കേരളത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ആശുപത്രി സമുച്ചയങ്ങളും ഉൾപ്പെടെ അവകാശപ്പെടുന്ന കേരളത്തിൽ ആരോഗ്യരംഗം ജീവനോട് മല്ലിട്ട് വെന്റിലേറ്ററിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നാണ് ഓരോ വാർത്തകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ അടുത്തിടെയാണ് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അനാസ്ഥ മൂലം നിരവധി പേർ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടിയത്. ഇപ്പോൾ സാധാരണക്കാരായ രോഗികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി എന്ന സൂചനയുമായി യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല എന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നും ആരോപിച്ച് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണ് എന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തുന്നു. പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ല എന്നും ഹാരിസ് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഹാരിസ് മെഡിക്കൽ കോളേജിലെ അവസ്ഥ പങ്കുവച്ചത്. ഉപകരണങ്ങളുടെ ക്ഷാമം, അവ പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ എന്നിവയെല്ലാം കൂടി പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു. തുടർന്ന് വകുപ്പ് മേധാവികൾക്ക് പർച്ചേസിംഗ് പവർ ഇല്ലാത്തത് മൂലമുള്ള നിസ്സഹായാവസ്ഥയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. പലരോടും അപേക്ഷിച്ചിട്ടും നടക്കാത്തത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നതെന്നും ജോലി രാജിവെച്ച് പോകാനാണ് തോന്നുന്നതെന്നും ഡോക്ടർ ഹാരിസ് കുറിക്കുന്നുണ്ട്. ഓരോ ആശുപത്രികളുടെയും ഫാർമസികളുടെയും ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. പലരും ഭയന്നിട്ട് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ഗുരുതര അനാസ്ഥകളിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പേരുകേട്ടവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരിച്ച ചികിത്സാ ചെലവ് വഹിച്ച് കുടുംബം കുത്തുപാള എടുത്താലും സാരമില്ല, പ്രൈവറ്റ് ആശുപത്രികളുടെ കഴുത്തറപ്പൻ കൊള്ളയിലേക്ക് ചെന്ന് ചാടാമെന്ന് സാധാരണക്കാർ പോലും ചിന്തിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്. ഇന്ന് നിരവധി ഓപ്പറേഷനുകളാണ് മാറ്റിവെക്കേണ്ടി വരുന്നത്. സ്വകാര്യ ആശുപത്രികളിലൊന്നും പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദനയോടെ ഗുരുതരമായ വൃക്കരോഗങ്ങളാൽ അവശരായ നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായി ഒരു വശത്ത്, എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം, അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ. നിസ്സഹായാവസ്ഥയിലാകുന്നത് ഡോക്ടർമാരും വകുപ്പ് മേധാവിയും. ₹1 പോലും പർച്ചേസിംഗ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞ് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചിട്ടും സാഹചര്യങ്ങൾ വിശദീകരിച്ചും മടുത്തു. മാസങ്ങൾക്ക് മുൻപ് നൽകിയ അപേക്ഷയിൽ നടപടിയാവുകയോ ഉപകരണം വാങ്ങി തരികയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തതിൽ ഒരാൾ കോളേജ് വിദ്യാർത്ഥിയാണ് എന്നാണ് ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ബാക്കി ഇങ്ങനെയാണ്: എന്റെ മകന്റെ അതേ പ്രായം, ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവനോട് പറയുമ്പോൾ ലജ്ജയും നിരാശയുമാണ് തോന്നുന്നത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവനം നഷ്ടപ്പെടുത്തി ചികിത്സയ്ക്കായി ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെയിരിക്കാൻ ബന്ധുക്കളില്ലാതെ കൂലി കൊടുത്ത് ആരെങ്കിലും ഒപ്പം നിർത്തുന്നവർ, ആരോടെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നിർത്തി ലോൺ എടുത്തും ചികിത്സയ്ക്ക് വരുന്നവർ, ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിൽ ഭിക്ഷയെടുത്തും വരുന്ന ധാരാളം പേർ. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പരിച്ഛേദനമാണ് ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുന്നത്. അവർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാനും എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും രാപ്പകൽ തയ്യാറാണ്. പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുന്നിൽ നിൽക്കുന്നു. പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറെയെങ്കിലും ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തത് കൊണ്ടോ അല്ല, പരിമിതികൾ മൂലമാണ്. പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ജോലി രാജിവെച്ച് പോയാലോ എന്ന ചിന്ത മനസ്സിൽ ശക്തമായി വരുന്നു എന്നാണ് ഡോക്ടർ കുറിക്കുന്നത്. എത്ര സാധാരണക്കാരായ മനുഷ്യർ അടിയന്തര ഘട്ടത്തിൽ ചികിത്സ തേടി വരുന്ന മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളോട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. കോവിഡ് കാലത്തെയും നിപ്പയെയും ഒക്കെ അതിജീവിച്ച കേരളത്തിന്റെ നിലവിലെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന് പറയാതെ വയ്യ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ കേരളത്തിന്റെ നാനാതുറയിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് അവസാന പ്രതീക്ഷയും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നെത്തുന്നത്. മറ്റു സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്ന അനാസ്ഥ പോലെ അല്ല ആശുപത്രികളിൽ ഉണ്ടാകുന്നത്.
ഓരോ മനുഷ്യന്റെയും വിലപ്പെട്ട ജീവനുകളാണ് ഓരോ OP ടിക്കറ്റിന്റെയും രൂപത്തിൽ രേഖപ്പെടുത്തുന്നത്. ദൈവം അത്ഭുതം കാണിക്കുന്നത് ഭൂമിയിൽ ഡോക്ടർമാരിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജീവിക്കുന്ന നാട്ടിലാണ് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അമ്പെ പരാജയപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ കുരുതിക്ക് കൊടുക്കാൻ ഒരുങ്ങുന്നത്. വിദേശ രാജ്യങ്ങളുടെ അനുമോദനങ്ങളും അവാർഡുകളും വാങ്ങിക്കൂട്ടുമ്പോൾ ആരോഗ്യമന്ത്രിക്കും ഇല്ലാത്ത വികസനത്തിന്റെ മേളക്കൊഴുപ്പിൽ മേനി പറഞ്ഞു നടക്കുന്ന മുഖ്യനും മരുമോനുമൊന്നും പാവപ്പെട്ടവരുടെ ഇത്തരം ദുരിതങ്ങൾ കാണില്ല. സ്വന്തം ആരോഗ്യം നന്നാക്കാൻ ജനങ്ങളുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് വിദേശ ചികിത്സ നടത്താൻ ശേഷിയുള്ള മന്ത്രിമാർക്കും ശിങ്കിടികൾക്കും ഈ വക കാര്യങ്ങളൊന്നും ബാധിക്കില്ല. ഓരോ വിഭാഗത്തിലും ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിട്ടോ സ്ഥലം മാറ്റിയോ പ്രതികരിക്കുന്നവരെ വായടപ്പിച്ചോ ഓരോ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. വീണ്ടും വോട്ട് ചോദിച്ചിറങ്ങാം. നഷ്ടം പാവപ്പെട്ട ജനങ്ങൾ സഹിക്കണം. അത്ര തന്നെ.